ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. പിള്ള രാഘവേട്ടനോട് പറയുന്നു, എൻ്റെ രാഘവൻ സാറേ, ഏതെങ്കിലും രീതിയിൽ പണി അറിയാവുന്നവരുണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോകത്തുള്ളൂ. സുസ്മിതയുടെ വീട്ടിൽ ചന്ദ്രബോസും ഉപേന്ദ്രനും എല്ലാം ഒത്തുകൂടിയിരിക്കുവാണ്. ഉപേന്ദ്രൻ പറയുവാണ്, യുദ്ധസന്നാഹങ്ങളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. ശ്രീകൃഷ്ണന്റെ 18 അക്ഷൗണിപ്പടയും പടയ്ക്കൊരുങ്ങിക്കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്നത് യുദ്ധം തുടങ്ങാനുള്ള ശംഖുവിളി മാത്രം. എവിടെ നമ്മുടെ യുദ്ധം നയിക്കേണ്ടവനാ? നാളത്തെ ലേലത്തിന്റെ പ്രധാന താരം തന്നെ രോഹിത്താണ്. സുസ്മിത പറയുക, ചാഞ്ചാടി നിൽക്കുന്ന ഒരു മനസ്സാണ് അവന്. ചില സമയത്തെ അവന് നഷ്ടസ്വപ്നങ്ങളുടെയൊക്കെ ഒരു ഓർമ്മ വരുന്നുണ്ട്. അത് സൂക്ഷിച്ചില്ലെങ്കിലേ നമുക്ക് അപകടമാണ്. ഈ പോരാടാൻ വരുന്നവനെ ഉള്ളിൽ പക മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. പരിക്കേറ്റവന്റെ മുഖത്തെ സങ്കടം കാണുന്നവനെ യുദ്ധക്കളത്തിലെന്ന് മാത്രമല്ല, അവന് പിന്നെ അവന്റെ ജീവിതത്തിൽ പോലും സ്ഥാനമില്ല. നമ്മൾ നയിക്കുന്ന പടയുടെ അമരത്ത് നിൽക്കേണ്ടവനാണ് ഈ രോഹിത്ത്. അതവൻ ചിലപ്പോഴൊക്കെ മറന്നു പോകുന്നുണ്ടോ എന്നെനിക്കൊരു സംശയമില്ലാതില്ല. അത് കേട്ടിട്ട് ഉപേന്ദ്രൻ ചിരിച്ചിട്ട് പറയുക, അവൻ മറക്കട്ടെ, അവന് മറവി നല്ലതാ, അത് നമുക്ക് ഗുണം ചെയ്യും. ഈ യുദ്ധത്തിലെ എതിരാളിക്ക് മുന്നിൽ എതിരാളിയുടെ മാനസിക നില തെറ്റിക്കാനുള്ള സാമർഥ്യമുള്ള ഒരുത്തൻ, ഭീഷ്മ പിതാമഹന്റെ ആയുധം താഴെ വെപ്പിക്കാനുള്ള ശിഖണ്ഡിയെ കൊണ്ടുവന്നതുപോലെ വിഷ്ണുവിന്റെ ചങ്കിലിട്ടൊരു കൊട്ട്, അത് മാത്രമാണ് രോഹിത്ത്. കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നു കഴിഞ്ഞ് എല്ലാ കുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് ശിക്ഷാവിധികൾ ഏറ്റുവാങ്ങാൻ നമ്മൾ നിയോഗിച്ചിരിക്കുന്ന ആളാണ് രോഹിത്ത്. അതുകൊണ്ട് തന്നെ അവനൽപ്പം മറവി ഉണ്ടാകുന്നത് എന്തുകൊണ്ടും നമുക്ക് നല്ലത് തന്നെ. ചന്ദ്രബോസ് പറയുക, ഒരു കൊലക്കേസിന്റെ മഹസർ തയ്യാറാക്കുന്ന ഈ കൈവിരലുകളൂടെയാണ് ഞാൻ ഈ ലേലത്തിന്റെ ചാർട്ട് തന്നെ തയ്യാറാക്കിയിരിക്കുന്നത്. ലേലവീട്ടിൽ വരുന്നവരും വിളിക്കുന്നവരും വരാൻ പോകുന്നവരും എല്ലാം നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണം വരേണ്ടത്. നമ്മൾ വലിക്കുന്ന ഒരു ചരടിന്റെ അറ്റത്തു നിന്ന് നമ്മുടെ അനുസരണയുള്ള ആൾക്കാരെ മാത്രമേ ഈ ലേല സ്ഥലത്തേക്ക് നമ്മൾ കടത്തിവിടൂ. അല്ലാതെ ആരെങ്കിലും വന്നാൽ അവരെ പൂട്ടാൻ വേണ്ടി ചന്ദ്രബോസെ അഞ്ചരക്കണ്ടത്തിൽ നിന്ന് ആൾക്കാരെ ഇറക്കിയിട്ടുണ്ട്. നമ്മളിടുന്ന വലക്കണ്ണികളെ അറുത്തു മുറിച്ച് മുന്നോട്ട് വരുന്നവരെ അവന്മാര് പൂട്ടിക്കോളും. സുസ്മിത പറയുക, ചിറ്റപ്പ, നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ലേലത്തുകയുണ്ട്. അതിനപ്പുറത്തേക്ക് ആര് വിളിക്കാൻ വന്നാലും അവന്റെ ശബ്ദം എന്നേക്കുമായി അടപ്പിക്കാനുള്ള ഒരു വഴി, അത് നമ്മൾ കണ്ടുപിടിച്ചേ ഒക്കൂ. കാര്യങ്ങളെല്ലാം ഇതുവരെ എൻ്റെ നിയന്ത്രണത്തിൽ തന്നെ ആടിമോളെ. എന്തെങ്കിലും എതിര് വരാനുണ്ടെങ്കിൽ ആ വഴികളൊക്കെ നമ്മൾ അടച്ചിട്ടുമുണ്ട്. ശാലിനി വീണു സാമ്പത്തികമായി സത്യഭാമയും മകൻ വിഷ്ണു ഉണ്ടല്ലോ, കടുത്ത ഞെരുക്കത്തിലുമാണ്. പിന്നെ വേണമെങ്കിൽ പുറം വിളിക്കാം. അത് നമ്മുടെ പുതിയ എഡിഎമ്മിന്റെ സ്വാധീനത്തിൽ നിന്ന് മറികടന്ന് വരാനും പറ്റില്ല. അതുകൊണ്ട് എന്തുകൊണ്ടും കാറ്റ് നമ്മുടെ പക്കം തന്നെയാണ് വീശുന്നത്. അപ്പോൾ രോഹിത് അങ്ങോട്ട് കയറി വരുന്നുണ്ട്. ചന്ദ്രബോസ് പറയുന്നുണ്ട്, ദാ വന്നല്ലോ. രോഹിത് പറയുക, ആ വിഷ്ണു അവനുണ്ടല്ലോ, അവസാന നിമിഷം വരെ അവൻ ആ വീടിന് വേണ്ടി പോരാടും, അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. അത് കേട്ടിട്ട് സുസ്മിത പരിഹാസത്തോടെ പറയുക, എന്തെടുത്തിട്ട് പോരാടാനാ? അതിന് അവൻ്റെ ഈ വല്ല പൈസയോ വല്ലതും ഉണ്ടോ? എന്തെങ്കിലും പാങ്ങുണ്ടോ അവന്? ഉണ്ടായിരുന്നെങ്കിലേ ഇങ്ങനെ ഇതൊന്നും നഷ്ടപ്പെടുത്തത്തില്ലായിരുന്നല്ലോ. ഇത് നമ്മൾ തന്നെ വാങ്ങിക്കൂടാ രോഹിത്തെ. നാളെ നടക്കുന്ന ലേലത്തിൽ നീ തന്നെയാണ് താരം. നിന്റെ ജീവിതത്തിലെ ഞങ്ങൾ നിനക്ക് തരുന്ന ഏറ്റവും വലിയ സമ്മാനവും ഇതായിരിക്കും. ഉപേന്ദ്രൻ പറയുക, നീ ഭാഗ്യവാനാടാ. സത്യഭാമയും മകനും ജീവിക്കേണ്ട സ്വപ്ന സൗധപാടാ നാളെ നിന്റെ പേരിൽ നിനക്ക് വരാൻ പോകുന്നത്. നിനക്കൊരു പാട്ടറിയാവോ? മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റിയതും ഭവാൻ. അത് നാളെ തിരുത്തി പറയേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒന്നുമില്ലായ്മയിൽ കിടന്ന നിനക്ക് കിട്ടാൻ പോകുന്നത് കൊട്ടാരം. നടക്കാനോ പരവതാനി, കിടക്കാൻ സ്വർണ്ണക്കട്ടിൽ. ഇതിൽ പരം ഭാഗ്യം ആർക്ക് വരുവടാ രോഹിത്തെ? അങ്ങനെ എല്ലാവരും കൂടെ രോഹിത്തിനെ ഓരോന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുവാണ്. അവരുടെ മോഹന വാഗ്ദാനങ്ങളും കുടിക്കാൻ കുറച്ച് മദ്യവും കൊടുത്ത് അവനെ അങ്ങ് മരമണ്ടനാക്കി അവരങ്ങ് മാറ്റി. എത്ര പുകഴ്ത്തിയിട്ടും മതി വരുന്നില്ല അവർക്ക്. സുസ്മിത പറയുക, നിന്നെ സമ്പന്നതയുടെ കൊടുമുടിയിൽ ഞങ്ങൾ എത്തിക്കുമെന്ന് പറഞ്ഞില്ലേ, ഇപ്പം നിനക്ക് മനസ്സിലായല്ലോ. ഈ ലേലം ഒന്ന് കഴിയുമ്പോൾ നിനക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടോ അതെല്ലാം നിനക്ക് സ്വന്തമാകും. പണം നിന്റെ കയ്യിലെങ്ങനെ കുന്നുകൂടി വരുമ്പോൾ പിന്നെ എന്താണ് രോഹിത്തെ നിനക്ക് പിന്നെ ഈ ലോകത്ത് നേടാൻ പറ്റാത്തത്? നമ്മളവിടെ തുടങ്ങാൻ പോകുന്ന പുതിയ ബിസിനസ്സല്ലേ, അതുകൂടൊന്ന് പച്ച പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ശക്തിക്കും നമ്മളെ പരാജയപ്പെടുത്താനാവില്ല. ഉയർച്ചകൾ, കൊടുമുടി, പണം എല്ലാം വഴിവെട്ടി തെളിച്ചു തന്ന പാവം ഈ മലേഷ്യക്കാരനെ നീ മറക്കരുത്. ഉപകാരപ്പെടുന്നത് വരെ മാത്രം കൂട്ടിയാൽ പോരാ, പണം വരുന്ന വഴികളിലൊക്കെ കൂടെ പിടിച്ച് നിർത്തിയേക്കണം. ചന്ദ്രബോസ് പറയാം, ഉപേന്ദ്ര, ഇതൊക്കെ നമുക്ക് രോഹിത്തിനോട് പറയേണ്ട കാര്യമുണ്ടോ? സത്യഭാമയെ തകർക്കാൻ ആദ്യത്തെ അണുബോംബ് കൊണ്ടുവന്നത് ഇവനല്ലേ?
തൻ്റെ ഒരു പഴയ പ്രണയകഥയുടെ പ്രതികാരമാണെങ്കിലും ആ സമയത്ത് ഞങ്ങൾക്കിതൊരു വലിയ കച്ചിത്തുരുമ്പായിരുന്നു. ആ കച്ചിത്തുരുമ്പിൽ പിടിച്ച് ഞങ്ങൾക്ക് ഇവിടം വരെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും പുക കാണുന്നവരെ നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ തന്നെ തുടരും. എന്തായാലും ഇതിനൊരു അവസാനവും ഉണ്ടാകും. അതുകൊണ്ട് ഞങ്ങളുടെ ഇനിയുള്ള അങ്ങോട്ടുള്ള നേട്ടത്തിനൊപ്പം നിങ്ങളും ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ടേ ഉള്ളൂ മലേഷ്യയിലോട്ടുള്ള എൻ്റെ മടക്കം തന്നെ. ചിറ്റപ്പ, എല്ലാം നാളെ നടക്കുന്ന ലേലത്തെ ആശ്രയിച്ചായിരിക്കും. സുസ്മിത രോഹിത്തിന് വീണ്ടും വീണ്ടും മദ്യം ഒഴിച്ചു കൊടുക്കുവാണ്. എന്നിട്ട് പറയുന്നു, നമ്മൾ തീരുമാനിച്ചതുപോലെ മാത്രമേ കാര്യങ്ങൾ നടക്കാവൂ. അതിലൊരു സംശയം വേണ്ട സുസ്മിതേ. നാളെ നമ്മളെ സത്യാമ്മയുടെ വീട് ലേലത്തിൽ പിടിച്ചിരിക്കും. ഇത് ദൈവത്തിൻ്റെ തീരുമാനമാണ്, ഈശ്വരൻ്റെ കടാക്ഷം. എനിക്ക് നിങ്ങൾ എല്ലാവരും കൂടി തരുന്ന ഈ സ്നേഹസമ്മാനം ഞാൻ വാങ്ങുക തന്നെ ചെയ്യും, അത് ഉറപ്പാ. രോഹിത്തിൻ്റെ ഈ വാക്കുകൾ കേട്ട് സുസ്മിതയും ഉപേന്ദ്രനും ചന്ദ്രബോസും കണ്ണിൽ കണ്ണി നോക്കുവാണ്. അവരെന്തൊക്കെയോ ഗൂഢാലോചനകൾ അതിൻ്റെ പുറകിൽ നടത്തിയിട്ടുണ്ട്. ഇതൊന്നും ആ പൊട്ടൻ രോഹിത്തിന് അറിയില്ല. അവനെങ്ങനെ അവിടെ ഇരിക്കുന്ന മദ്യക്കുപ്പിയിൽ നിന്ന് മദ്യം ഒഴിച്ചൊഴിച്ചങ്ങ് കുടിക്കുവാണ്. കുട്ടിക്കുരങ്ങിനെ കൊണ്ട് ചുടുചോറ് വാരിക്കുന്ന പോലെ അത് കണ്ട് അവരെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പുഞ്ചിരിക്കുവാണ്. വിഷ്ണു പപ്പിമോളെയും സത്യമോളെയും സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വരുന്നുണ്ട്. ശാലിനി അവർക്ക് വേണ്ടി വാതൊക്കെ കാത്തിരിക്കുവാണ്. ശാലിനി ചോദിക്കുന്നു, രണ്ടുപേരെയും കണ്ടിട്ട് ടീച്ചർ ശരിക്ക് കുടഞ്ഞെടുത്ത ലക്ഷണമുണ്ടല്ലോ. ടീച്ചറുടെ കയ്യിൽ നിന്ന് ശരിക്ക് വഴക്ക് കിട്ടിയോ? വിഷ്ണു അച്ഛനും വഴക്ക് കിട്ടിക്കാണുമല്ലോ. അങ്ങനെയൊന്നുമില്ല, പഠിക്കണമെന്ന് പറഞ്ഞു, അത്രേ ഉള്ളു. പിന്നെ ഹോംവർക്ക് മുടങ്ങാതെ ചെയ്യണമെന്നും പറഞ്ഞു. പിന്നെ ഞങ്ങളെ മാറ്റി നിർത്തിയിട്ട് വിഷ്ണു അച്ഛനോട് എന്തൊക്കെയോ പറഞ്ഞു. ടീച്ചർ എന്താ പറഞ്ഞതെന്നൊന്നും ഞങ്ങൾ കേട്ടില്ല. എന്താണ് വിഷ്ണുവേട്ട ടീച്ചർ ഇവളുമാരെ കുറിച്ച് പറഞ്ഞത്? രണ്ടുപേരും പഠിക്കാൻ മോശമാണെന്നൊന്നും പറഞ്ഞില്ല, പക്ഷേ രണ്ടുപേരെയും ശരിക്കൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. എന്തായാലും വിഷ്ണുവേട്ട ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ ടീച്ചറിൻ്റെ മുന്നിൽ ചെന്ന് പെട്ടല്ലോ. ഇവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഡീൽ ചെയ്യുമായിരുന്നു ഇത്രയും നാളും. ശാരദാമ്മ വന്ന് പറയാ, എല്ലാവർക്കും തൻ്റെ ചായ എടുത്തു വെച്ചിട്ടുണ്ട്, ഇനി ചായ കുടിച്ചിട്ട് മതി ബാക്കി വർത്തമാനങ്ങളൊക്കെ. അങ്ങനെ അവരെല്ലാവരും കൂടെ സന്തോഷത്തിൽ ചായയും പലഹാരവും ഒക്കെ കഴിക്കുവാണ്. ശാലിനി പറയുക, ഇനി മേലാൽ ടീച്ചർ ഇങ്ങനെ വിളിപ്പിക്കുന്ന കാര്യമൊന്നും വെക്കരുത്. അയ്യോ എൻ്റെ അമ്മയെ, ഒരു ചെറിയ കയ്യബദ്ധം പറ്റിയെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ, അതെന്തിനാ വീണ്ടും വീണ്ടും പറഞ്ഞ് ഞങ്ങളെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? പപ്പിമോൾക്ക് ഉടനെ ഒരു സംശയം. വിഷ്ണു അച്ഛൻ എത്ര വരെ പഠിച്ചു? വിഷ്ണു അച്ഛനെ ഒരുപാട് പഠിച്ചു. എൻ്റെ മക്കൾ ഈ അച്ചപ്പോന്ന് കഴിച്ച് ഇപ്പോഴും വിഷ്ണു അച്ഛൻ പഠിച്ചുകൊണ്ടിരിക്കുക. ശാലിനി പറയുക, മക്കളെ, വിഷ്ണു അച്ഛൻ പഠിക്കാൻ പോയതേ ഗുണ്ടായിസം പഠിക്കാനായിരുന്നു. അതിലാണെങ്കിൽ 100-ൽ 100 മാർക്കും വാങ്ങിക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് എന്നെ പറഞ്ഞങ്ങ് കൊച്ചാക്കിയൊന്നും വേണ്ട. ഞാൻ മനസ്സ് വെച്ചാലേ 10 എഴുതി എടുക്കും. എങ്കിലേ എൻ്റെ വിഷ്ണുവേട്ടൻ ട്യൂഷൻ ഫീസൊന്നും പുറത്ത് കൊടുക്കണ്ട, ഞാൻ പഠിപ്പിച്ചോളാം. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, കൃത്യമായിട്ട് ക്ലാസ്സിൽ വരണം. സത്യമോള് പറയാ, അത് കൊള്ളാമല്ലോ, അപ്പം ഞങ്ങൾക്ക് അച്ഛൻ ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ആവും. പക്ഷേ ഒന്നിച്ചിരുന്ന് 10ാം ക്ലാസ് എഴുതാതിരുന്നാൽ മതി. എങ്കിലേ ഈ വിഷ്ണു ഒരു ചലഞ്ചായിട്ട് എടുക്കുവാണ്. കഴിയുമെങ്കിൽ ഈ വർഷം തന്നെ ഞാൻ 10ാം ക്ലാസ് ചാടിക്കിടക്കും. അങ്ങനെ വിഷ്ണു ശാലിനിയുടെ കയ്യിലടിച്ച് പ്രോമിസ് ചെയ്യുന്നുണ്ട്. പപ്പിമോള് പറയുക, വിഷ്ണു അച്ഛ, എങ്ങനെയെങ്കിലും വിഷ്ണു അച്ഛൻ 10ാം ക്ലാസ് ജയിക്കണം, അതിന് ഞങ്ങൾ വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരാം. സത്യമോള് പറയാം, അച്ഛൻ്റെ പുറകിന് ഞങ്ങൾ കട്ട സപ്പോർട്ടായിട്ട് നിൽക്കും. അയ്യോ വേണ്ടായേ, കുറച്ച് മുമ്പ് നിങ്ങളുടെ കട്ട സപ്പോർട്ടേ ഞാൻ ടീച്ചറുടെ മുമ്പിൽ നിന്ന് വാങ്ങി കെട്ടിയതാ, അതുകൊണ്ട് ഇനി അത് വേണ്ട, എന്നെ എൻ്റെ കളക്ടർ മേഡം സഹായിച്ചോളും. ശാലിനി അങ്ങ് ഞെട്ടിപ്പോയി. വിഷ്ണുവേട്ട സത്യമായിട്ടും പറയുവാണോ? അതേടോ, അങ്ങനെ ഒരു ആഗ്രഹം കുറച്ചുനാൾ മുമ്പേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. നമ്മൾ മനസ്സ് വെച്ചാൽ എല്ലാം നടക്കും. പക്ഷേ ഇപ്പോഴെൻ്റെ മനസ്സിലെ ഒറ്റ ചിന്തയേ ഉള്ളൂ, എൻ്റെ വീട്, അതിൽ നമ്മളെല്ലാവരും കൂടെ ജീവിക്കുന്ന ഒരു ചിത്രമുണ്ട് എൻ്റെ മനസ്സിൽ. അത്രയും നേരം ചിരിച്ചുല്ലസിച്ചിരുന്ന വിഷ്ണു സങ്കടത്തോടെ പറയുവാണ്, എൻ്റെ അച്ഛൻ വെച്ച വീട്ടിൽ നമ്മളെല്ലാവരും കൂടെ സന്തോഷത്തോടെ ജീവിക്കണമെന്ന്. അതെനിക്ക് നേടിയെടുക്കണം, അത് ഞാൻ നേടിയെടുത്തിരിക്കും. എന്നാൽ ഇനി ഞാൻ നിൽക്കുന്നില്ല, പോട്ടെ ശാലിനി. ഇന്നിനി രാത്രിയിൽ ഓട്ടമുള്ളതാ. കമലനും കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ ഉറക്കം വരത്തില്ല, അവൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. വിഷ്ണുവേട്ട സൂക്ഷിക്കണേ, പ്രത്യേകിച്ച് ഈ രാത്രിയിലുള്ള ഓട്ടം. ഉറക്കം വരുവാണെങ്കിൽ വണ്ടി എവിടെയെങ്കിലും നിർത്തി കുറച്ചു നേരം വിശ്രമിക്കണേ. നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ വിഷ്ണുവേട്ട. അതുകൊണ്ട് തന്നെയാടോ ഓവർ ഡ്യൂട്ടി ചോദിച്ച് വാങ്ങിയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കിയേ പറ്റൂ. എന്ത് ത്യാഗം സഹിച്ചും നമുക്ക് ആ വീട് തിരിച്ചു പിടിക്കണം. അത് എൻ്റെ ഒരു വാശിയാ.
ശാരദാമ്മയും ശാന്തയും കൂടെ ഹോട്ടലിലേക്ക് വേണ്ട പഴംപൊരിയും വടയും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. പഴംപൊരി എത്ര ഉണ്ടാക്കി വെച്ചാൽ എളുപ്പമാണ് ശാരദാമ്മ ചിലവാകുന്നത്. പക്ഷെ പഴത്തിൻ്റെ വിലയാ. നമ്മൾ കൊടുക്കുന്ന വിലയ്ക്കൊന്നും ഇപ്പോൾ ആരും പഴംപൊരി കൊടുക്കത്തില്ല. എൻ്റെ ശാരദാമ്മേ, ഓരോരുത്തരും പഴംപൊരിയും വടയും മുറുക്കുമൊക്കെ ഉണ്ടാക്കുന്ന എണ്ണയൊന്ന് കാണണം. കരിയോയിൽ പോലിരിക്കും. ഇവിടെ നമുക്ക് കച്ചവടം കൂടുന്നതും അതുതന്നെയാണ്. ലാഭം കൊയ്യാൻ വേണ്ടി നമ്മൾ ഒരു കൃത്രിമവും കാണിക്കുന്നില്ല. അപ്പോഴങ്ങോട്ട് നമ്മുടെ പിള്ളച്ചേട്ടൻ വരുവാണ്. ശാരദാമ്മ വലിയ തിരക്കിലാണെന്ന് തോന്നുന്നല്ലോ. അല്ല, പിള്ളച്ചേട്ടൻ ഈ വഴിക്കൊക്കെ വന്നിട്ട് കുറേ നാളായല്ലോ. 1-2 പേരെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷെ ഞാനിപ്പോൾ ഇങ്ങോട്ട് കയറിയത് ശാരദാമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ചായ വാങ്ങിച്ച് കുടിക്കാൻ. സത്യാമ്മയും രാഘവേട്ടനും ഒക്കെ സുഖമായിട്ടിരിക്കുന്നോ? അന്നത്തെ ആ സംഭവത്തിന് ശേഷം അങ്ങോട്ട് വരാനൊരു മടി. എന്ത് ചെയ്യാനാ, ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത് അവരുടെ ആപത്ത് കാലം കണ്ട് സന്തോഷിക്കാനാ ചെല്ലുന്നതെന്നാണ് സത്യാമ്മ വിചാരിക്കുന്നത്. ശത്രുക്കളോട് പോലും എനിക്കങ്ങനെ തോന്നത്തില്ല. പിന്നെ എൻ്റെ മകളുടെ ഭർത്താവിൻ്റെ വീട്ടുകാരോട് എനിക്കങ്ങനെ തോന്നുമോ? ശാരദാമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. എല്ലാം നഷ്ടപ്പെട്ട ഒരു സ്ത്രീ എങ്ങനെങ്കിലും രക്ഷപ്പെടണമെന്നല്ലേ വിചാരിക്കത്തുള്ളൂ. അവരിപ്പോഴും അവരുടെ പ്രതാപകാലത്തെ ചിന്തകളും കൊണ്ടാണ് ജീവിക്കുന്നത്. ഒരു ബിസിനസ് തുടങ്ങിയാൽ അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് അതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കണം. അതിന് അഭിമാനത്തിൻ്റെയോ പാരമ്പര്യത്തിൻ്റെയോ ഒരു കാര്യവും ആവശ്യമില്ല. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് തന്നെ പറയണം. പക്ഷേ സത്യാമ്മ കൊന്നാലും അത് പറയത്തില്ല. ഈ മനസ്ഥിതിയും കൊണ്ട് അവർ പലഹാരം ഉണ്ടാക്കിയാൽ എങ്ങനെ രക്ഷപ്പെടാന്? മറ്റുള്ളവരുടെ കയ്യിൽ നിന്നാണെങ്കിലോ 10 പൈസ വാങ്ങിക്കത്തുമില്ല. പിള്ളച്ചേട്ടൻ അറിയാവുന്നതല്ലേ ഇത്. 10 ഊണ് കൊടുത്ത് തുടങ്ങിയ കച്ചവടമായത്. ആ ഒരവസ്ഥയിൽ നിന്ന് ഇതുവരെ എത്തിക്കാൻ ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടതാ. അറിയാവുന്നവരോടൊക്കെ കച്ചവടകാലത്ത് ഞാൻ പൈസ കടം വാങ്ങിച്ചിട്ടുണ്ട്. കച്ചവടം കഴിയുമ്പോൾ അത് തിരിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ വാങ്ങിച്ചും കൊടുത്തും മിച്ചം വന്നതും എല്ലാം വെച്ചാണ് ഈ നിലയിലെത്തിയത്. ഇതുപോലെ സത്യാമ്മയും കഷ്ടപ്പെട്ടേ പറ്റത്തുള്ളൂ. എന്നാലേ രക്ഷപ്പെടാനാവൂ. പിള്ളച്ചേട്ടന് ചോദിക്കാൻ മറന്നുപോയി. ചൂട് പഴംപൊരി എടുക്കട്ടെ. ഏതാണ്ട് ശാന്ത പഴംപൊരി ഉണ്ടാക്കുമോ? ആഹാ, ഇതിനകത്ത് അങ്ങനെയുള്ള പരിപാടിയുണ്ടോ? എന്നാൽ എനിക്കൊരു ചൂട് പഴംപൊരി ഇങ്ങ് തന്നേരെ. പിള്ളച്ചേട്ടൻ പറയുക, ഈ ഹോട്ടൽ ബിസിനസ്സിൽ ശാരദാമ്മ 100% വിജയിക്കാൻ കഴിഞ്ഞെങ്കിൽ അത് ശാരദാമ്മയ്ക്ക് നല്ലതുപോലെ ജോലി ചെയ്യാനറിയാം. ശാന്തയെപ്പോലെ ആത്മാർത്ഥതയുള്ള പണിക്കാർ സത്യാമ്മയ്ക്കില്ല. ഉള്ളവർക്കൊന്നും പണിയൊട്ട് അറിയാനും വയ്യ. പിള്ളച്ചേട്ടാ, സത്യാമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കൈസഹായം ചെയ്യാമെന്ന് വിചാരിച്ചാൽ നേരായ വഴിക്കത് സമ്മതിക്കത്തുമില്ല. പണം കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അത് ഇവിടുത്തതാണെന്നറിഞ്ഞാൽ ആ നിമിഷം തന്നെ ഇവിടെ കൊണ്ട് നേറുകയും ചെയ്യും. ഞാൻ നോക്കിയിട്ട് ശാരദാമ്മേ, സത്യാമ്മയ്ക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പണി അറിയാവുന്ന ഒരാളെ അവിടെ കിട്ടണം. എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം ഞാൻ പറയട്ടെ. എന്താ പിള്ളച്ചേട്ടാ? അത് എത്രത്തോളം സക്സസ് ആകുമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. എന്നാലും ഞാനൊരു വഴി പറയട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, പിള്ളച്ചേട്ടൻ എന്ത് വഴിയാണോ പറയാൻ പോകുന്നത് മിക്കവാറും ശാരദാമ്മയുടെ ഹോട്ടലിൽ നിന്ന് പൊക്കിക്കൊണ്ടു പോകാനാണ് പരിപാടി എന്ന് തോന്നുന്നു. അതിനി എന്താണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണേ.